ലതീഷ് ഇപ്പോൾ അവിടുന്ന് ചേരുന്നുണ്ട്. എന്താണ് അൻവർ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്നുള്ളതിനെക്കുറിച്ച് ലതീഷ്? ലാൽ, മൊഴിയെടുക്കൽ ഏകദേശം 10 മണിക്കൂർ നീണ്ടു നിന്നു പറയാം. രാവിലെ 11 മണിയോടുകൂടിയാണ് മൊഴിയെടുക്കൽ ആരംഭിച്ചത്. അതിനുശേഷം മൊഴിയെടുക്കൽ 8:45 കൂടിയാണ് മൊഴിയെടുക്കൽ അവസാനിച്ചത്. തെളിവുകൾ കൈവശമുള്ള തെളിവുകൾ കൈമാറിയെന്നും ആദ്യഘട്ട മൊഴിയെടുക്കലാണ് പൂർത്തിയായതെന്നുമാണ് PV അൻവർ പറഞ്ഞത്. DIGയുടെ മൊഴിയെടുക്കൽ തൃപ്തികരമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം കേരളം ഞെട്ടാൻ പോകുന്ന നിരവധി കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. കൈവശമുള്ള തെളിവുകൾ, പരമായ തെളിവുകൾ ഇതിനകം ഇന്നത്തെ മൊഴിയെടുക്കലിൽ പോലീസിന് അല്ലെങ്കിൽ DIG തോംസൺ ജോസിന് കൈമാറിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കൃത്യമായി അദ്ദേഹം റിപ്പോർട്ടായി നൽകുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചത്. ഒപ്പം അദ്ദേഹം രാവിലെ ഉന്നയിച്ച ആരോപണങ്ങൾ അദ്ദേഹം കൂടുതൽ വ്യക്തതയോടെ വീണ്ടും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ADGP പ്രതിപക്ഷ നേതാവ് VD സതീശന് വേണ്ടി RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരം തനിക്ക് ലഭിക്കുന്നത്. അത് തനിക്ക് കിട്ടിയെന്ന് ADGPയുടെ ടീം തന്നെ വിവരം അറിയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ വേഗത്തിൽ വ്യഗ്രതയോടുകൂടി പ്രതിപക്ഷ നേതാവ് ആ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് എന്ന രീതിയിൽ വഴിതിരിച്ചുവിടാനുള്ള ഒരു ആരോപണവുമായി രംഗത്ത് വന്നത്. അത് വളരെ കൃത്യമായി പുനർജനി കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള VD സതീശൻ്റെ കൃത്യമായ തന്ത്രമായിരുന്നു. ആ നിലയിൽ തൃശ്ശൂരിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാക്കിയത് VD സതീശൻ ഇടപെട്ടുകൊണ്ടാണ്. BJPക്ക് സീറ്റ് നൽകിയതും അല്ലെങ്കിൽ BJPയുമായുള്ള ഡീല് ADGP വഴി അജിത് കുമാർ വഴി നടപ്പാക്കിയത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് അത് മുഖ്യമന്ത്രിക്ക് നേരെ വഴിതിരിച്ചുവിടാനുള്ള വാർത്താ സമ്മേളനം അദ്ദേഹം നടത്തിയത്. 9:30 അദ്ദേഹത്തിന് ഇത്തരം ഒരു വിവരം ലഭിക്കുന്നു. 11 മണിയോടുകൂടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാർത്താ സമ്മേളനം നടത്തുന്നു. അദ്ദേഹത്തിന് ലഭിച്ച സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഇത്തരം ഒരു കൂടിക്കാഴ്ച നടന്നു എന്ന് പറയുന്ന സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ അദ്ദേഹം ഈ മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെ കാണിക്കുകയും ചെയ്തു. ഒപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ക്രിമിനൽ സംഘം, ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്രിമിനൽ സംഘം വലിയ തോതിലുള്ള വേട്ടയാടലാണ് ഈ കാരിയർമാരെയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കാരിയർമാരെയും അതേപോലെ തന്നെ സ്വർണ്ണക്കടത്തുകാരെയും വഴി കേന്ദ്രീകരിച്ച് നടത്തിയത്. അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഞെട്ടിക്കുന്ന തെളിവുകൾ, കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. പല സ്ത്രീകൾക്കും അത് പറയാൻ ധൈര്യമില്ല, പലരും പേടിച്ചു കഴിയുകയാണ്. അത്തരം ആളുകൾ പുറത്തേക്ക് വരണം, അതിന് മാധ്യമപ്രവർത്തകരുടെ കൂടി പിന്തുണ ഉണ്ടാവണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. കൈവശമുള്ള തെളിവുകൾ ഇതിനകം കൈമാറി. വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് അടുത്ത ഘട്ട മൊഴിയെടുക്കലുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ അത്തരം ലഭിക്കുന്ന തെളിവുകൾ കൂടുതലായി കൈമാറും എന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ മൊഴിയെടുക്കലിൽ തൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടാണ് PV അൻവർ ഗസ്റ്റ് ഹൗസിൽ നിന്നും മടങ്ങിയത്. ലതീഷാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്.